ADGP അജിത് കുമാറിനെ ഇന്ന് സസ്പെൻഡ് ചെയ്യും, നാളെ സസ്പെൻഡ് ചെയ്യും. ADGP അജിത് കുമാറിന് കുരുക്ക്. ADGP അജിത് കുമാറിന് ഇനി രക്ഷയില്ല, പുറത്തേക്ക് തന്നെ, പടിയിറക്കം തന്നെ. DGP ആയി പ്രൊമോഷൻ ലഭിക്കില്ല ADP അജിത് കുമാറിന് തുടങ്ങിയ വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: അജിത് കുമാറിനെതിരെ മതിയായ തെളിവുകളില്ല, രക്ഷാപ്രവർത്തന കേസിൽ SIT റിപ്പോർട്ട് കൈമാറാതെ പോലീസ്. മാതൃഭൂമി ഓൺലൈനിൽ വന്ന വാർത്തയാണ്. വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ SP ഷൗക്കത്ത് അലി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ദിവസങ്ങളായി. എന്നാൽ ആ റിപ്പോർട്ട് ഇപ്പോഴും സംസ്ഥാന പോലീസ് മേധാവിയുടെ മേശവലിപ്പിൽ വിശ്രമത്തിലാണ്. ഈ റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാറിനെതിരെ പരാമർശമുണ്ട് എന്നാണ് പുറത്തുവരുന്ന തെളിവുകൾ. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുന്നു. അന്വേഷണം നടത്തി MR അജിത് കുമാറിനെതിരെ റിപ്പോർട്ടും വാങ്ങി വെട്ടിലായ അവസ്ഥയിലാണ് സർക്കാർ ഇപ്പോൾ. അജിത് കുമാറിനെതിരെ ദുർബലമായ തെളിവുകൾ മാത്രമാണ് റിപ്പോർട്ടിലുള്ളത് എന്നാണ് പുറത്തുവരുന്ന വിവരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസ് അട്ടിമറിച്ചതാണ് എന്ന് ഈ റിപ്പോർട്ടിൽ മൊഴിയുണ്ട്. എന്നാൽ അതിന് അനുകൂലമായ തെളിവുകൾ കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെതിരെ നടപടിയെടുത്താൽ അത് തിരിച്ചടിയാകും എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ഇതാണ് വാർത്ത. വലിയ ചർച്ചയായ വിഷയമാണ് രക്ഷാപ്രവർത്തനം എന്ന സംഭവം. അതുമായി ബന്ധപ്പെട്ട വാർത്ത. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDFനെതിരെ വലിയ ആയുധമായി ഉപയോഗിച്ചു ഈ സംഭവം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് നവകേരള യാത്ര നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളെ കാണാൻ, സംസാരിക്കാൻ, അവരുടെ നിവേദനം വാങ്ങാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ബസ്സിൽ യാത്ര നടത്തുന്നു. ഇതായിരുന്നു പരിപാടി. അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു. ഇത് ധൂർത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസും KSUമായിരുന്നു സമരത്തിന്റെ മുൻപന്തിയിൽ. വാഹനത്തിന് മുന്നിലേക്ക് കരിങ്കൊടിയുമായി എടുത്തു ചാടുക, ഇതായിരുന്നു സമര രീതി. അത് അപകടമുണ്ടാക്കും എന്ന് പറഞ്ഞ് അത്തരം അപകടത്തിൽ നിന്ന് അവരെ രക്ഷിക്കുകയാണ്. അതൊരു രക്ഷാപ്രവർത്തനമല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ആ ചോദ്യം ഉയർത്തിയാണ് രക്ഷാപ്രവർത്തനം കേസ് എന്ന രൂപത്തിലൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കി മാറ്റിയത് ഈ സംഭവം. ഇതിൽ ആലപ്പുഴയിൽ നടന്ന ഒരു ലാത്തിച്ചാർജ്, ആ ലാത്തിച്ചാർജിൽ കുറ്റക്കാരായ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരെ രക്ഷപ്പെടുത്താൻ MR അജിത് കുമാർ ശ്രമിച്ചു എന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള പരാതി. അതേക്കുറിച്ച് അന്വേഷിക്കാനാണ് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ആരാണ് SP ഷൗക്കത്ത് അലി? TP ചന്ദ്രശേഖരൻ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവനാക്കിയതിൽ ഒരു രാഷ്ട്രീയ പ്രചാരണമായി അത് ഉപയോഗിക്കാനും കൂടി വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഷൗക്കത്ത് അലി നൽകിയ റിപ്പോർട്ടിനകത്ത് അജിത് കുമാറിനെതിരെ, ADGP അജിത് കുമാറിനെതിരെ വേണ്ടത്ര തെളിവുകളില്ല. മൊഴികളുണ്ട്. ആ മൊഴികളെ വെച്ച് മാത്രം ഒരു നടപടി ADGP റാങ്കിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ എടുക്കാൻ കഴിയില്ല എന്നാണ് DGP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. അതനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് നൽകിയാൽ സംസ്ഥാന സർക്കാർ കുഴപ്പത്തിലാകും. അതുകൊണ്ട് റിപ്പോർട്ട് ഇപ്പോൾ DGPയുടെ കയ്യിലാണുള്ളത്. ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് നൽകിയാൽ സംസ്ഥാന സർക്കാർ കുഴപ്പത്തിലാകുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? MR അജിത് കുമാറിനെതിരെ ഇതാ നടപടിയെടുക്കും, നാളെ പുറത്താക്കും, സസ്പെൻഡ് ചെയ്യും തുടങ്ങിയ വാർത്തകളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ, മന്ത്രിമാർ പുറത്തിറങ്ങിയാൽ മാധ്യമങ്ങൾ ഓടിപ്പോയി ചോദിക്കുന്നത് നടപടിയില്ലേ, MR അജിത് കുമാറിനെതിരെ നടപടിയില്ലേ എന്നാണ്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു സൂത്രം പ്രയോഗിച്ചു: റിപ്പോർട്ട് അവിടെ കിടക്കട്ടെ, ഇങ്ങോട്ട് അയക്കേണ്ട എന്ന്. അയച്ചാൽ എന്തെങ്കിലും ഒരു മറുപടി പറയേണ്ടി വരും ആഭ്യന്തരമന്ത്രിക്ക്. ഇപ്പോൾ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം രക്ഷപ്പെട്ട് നിൽക്കുകയാണ്, മാറി നിൽക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് DGPയുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കുന്നത്. കാരണം വേണ്ടത്ര തെളിവുകൾ MR അജിത് കുമാറിനെതിരെ ഇല്ല. അദ്ദേഹത്തിൻ്റെ DGP പ്രൊമോഷൻ തടയുന്നതിനു വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു പല ഭാഗത്തു നിന്നും. അതിൻ്റെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങളിൽ ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്.
ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന വാർത്ത എന്താണ്? എം ആർ അജിത്കുമാറിനെ സംരക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നു, സർക്കാർ ശ്രമിക്കുന്നു എന്ന രൂപത്തിലായിരിക്കും അടുത്ത വാർത്ത. അത് യൂത്ത് കോൺഗ്രസിനകത്തും വലിയ ചർച്ചയാക്കി മാറ്റി എം ആർ അജിത്കുമാറിനെതിരെ നടപടി എടുപ്പിക്കുക. അത് ആരുടെ താല്പര്യമാണ്? അതിനാരാണ് ഇത്രമാത്രം വ്യഗ്രതപ്പെട്ട് ഓടി നടക്കുന്നത്? ഇതെല്ലാം മറ്റൊരു വിഷയമാണ്, അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഷൗക്കത്ത് അലിയെ SITയുടെ തലവനാക്കി വെച്ച് അന്വേഷണം നടത്തിയിട്ട് പോലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എം ആർ അജിത്കുമാറിനെതിരെ എന്നത് പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. അത് മൂടിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ റിപ്പോർട്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് അയക്കണ്ട എന്ന നിർദ്ദേശം മന്ത്രി നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം. എന്തായാലും ഈ മാസം 30-ന് അദ്ദേഹത്തിന് DGPI പ്രൊമോഷൻ ലഭിക്കും. അത് തടയാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് നടപടിയെടുത്താൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയാൽ എം ആർ അജിത്കുമാറിന് അനുകൂലമായ വിധിയുണ്ടാകും. TP സെൻകുമാറിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ ഇനി സംഭവിക്കരുത് എന്ന് ആഭ്യന്തര വകുപ്പിന്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് താല്പര്യമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്താണ് ഇപ്പോൾ നടപടി വേണ്ട, റിപ്പോർട്ട് അവിടെ തന്നെ വെച്ചേ എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. എന്തായാലും പുലിവാല് പിടിച്ചു സർക്കാർ എന്ന് പറയേണ്ടി വരും എം ആർ അജിത്കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ. ആ അവസ്ഥയിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്. രക്ഷപ്പെടാനുള്ള ഏക വഴി റിപ്പോർട്ട് സർക്കാരിലേക്ക് എത്താതിരിക്കുക, അതിനുവേണ്ടി നീട്ടി കൊണ്ടുപോവുക എന്നതാണ്. അതാണിപ്പോൾ സർക്കാരിൻ്റെ നിലപാട്.